ഓക്കെ, അപ്പൊ ബോർഡ് കാണാമല്ലോ. യെസ്. ഓക്കെ, യെസ്. ഓക്കെ, എന്നാൽ തുടങ്ങാം. നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ഇൻറ്റിഗ്രേഷൻ ആണ്. അപ്പൊ ഇൻറ്റിഗ്രേഷനകത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമ്മൾ അതിന്റെ ആദ്യം നൊട്ടേഷൻ എന്താണ്, എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ നൊട്ടേഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തത് ഇങ്ങനത്തെ ഒരു നൊട്ടേഷൻ വെച്ചിട്ടാണ്. ദിസ് എസ് ടൈപ്പ്, ലോങ് എസ് ടൈപ്പ് ഒരു ലൈൻ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു കർവ് വരയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ ഇന്റഗ്രൽ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് വേരിയബിൾ എന്നുള്ളതും കൂടെ നമ്മൾ അവിടെ നോട്ട് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു വിച്ച് വേരിയബിൾ, നമ്മൾ എക്സ് വെച്ചിട്ടാണ് ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഡി എക്സ് എന്ന് എഴുതും. ഓക്കെ, ഇറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ എക്സ്. ഓക്കെ, അപ്പൊ അതിനെ ആണ് ഇപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത് ഇന്റഗ്രൽ സൈൻ എന്ന് പറയും. ഇപ്പൊ ഈ ഒരു സൈൻ ഉണ്ടല്ലോ, ഇതിനെ പറയുന്നത് ഇന്റഗ്രൽ സൈൻ. ഓക്കെ, ഇന്റഗ്രൽ സൈൻ. ഓക്കെ, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ ആണ്, ടു ബി ഇന്റഗ്രേറ്റഡ്. ഓക്കെ, ടു ബി ഇന്റഗ്രേറ്റഡ്. ഓക്കെ, ഫംഗ്ഷൻ ടു ബി ഇന്റഗ്രേറ്റഡ് ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ഈ ഡി എക്സ് റെപ്രസെന്റ്സ്, ഡി എക്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ആ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ റെപ്രസെന്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വിച്ച് വേരിയബിൾ ആണ് നമ്മുടെ ഫംഗ്ഷൻ ഇന്റഗ്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ആണ് ഡി എക്സ്. ഓക്കെ, ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സ്, അതിനകത്ത് ഈ എക്സ് ആണ് വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ. ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ഈ എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഇന്റഗ്രേഷൻ നമ്മൾ പഠിക്കുന്നത് ആസ് എ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ആയിട്ടാണ്. നമുക്ക് ഡിഫറൻസിയേഷൻ അറിയാം, ഡിഫറൻസിയേഷന്റെ ഒരു റിവേഴ്സ് പ്രോസസ് ആയിട്ടാണ് നമ്മൾ ഇന്റഗ്രലിനെ പഠിക്കുന്നത്. ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് അറിയാമല്ലോ. ഡിഫറൻസിയേഷന്റെ റിവേഴ്സ് പ്രോസസ് ആണ് ഇതെന്താണ്? ഇതൊരു പ്രോസസ് ആണ് അല്ലെ, പ്രോസസ് ഓഫ് ഡിഫറൻഷിയേറ്റിംഗ്. അപ്പൊ അതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is defined as the reverse process of differentiation. Okay, integration ഒരു റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നു വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ എക്സ്. അപ്പൊ ദിസ് വിൽ ബി റിട്ടൺ ലൈക്ക് ദിസ്. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്? ഓഫ് വിച്ച് ഫംഗ്ഷൻ is f of x the derivative of? ഓക്കെ, എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ അത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിന്റെ എന്ന് പറഞ്ഞാൽ ഇഫ് d by dx of capital F of x is equal to f of x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ഇന്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇതിനകത്ത് നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ ആണ്. There are two types of integration, definite integration and indefinite integration. അപ്പൊ ഇതിനകത്ത് നമ്മൾ ലിമിറ്റ്സ് ഒന്നും കൊടുക്കാതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പ്ലസ് സി എന്നുള്ള ഒരു സംഭവം കൂടെ വരും. ഓക്കെ, പ്ലസ് സി എന്നും കൂടെ വരും. ഈ സി എന്ന് പറയുന്നത് എന്താണ്? സി ഈസ് കോൾഡ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ.
Okay. C is called. ഡെഫിനിറ്റ് ആണ് ഇൻഡെഫിനിറ്റ്? ഡെഫിനിറ്റ് ഫംഗ്ഷൻ ഡെഫിനിറ്റ് അല്ലേ? ഡെഫിനിറ്റ് അല്ലേ? ഇൻഡെഫിനിറ്റ് ആണ്. ഡെഫിനിറ്റ് ആണെങ്കിൽ ലിമിറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഡെഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അല്ലാതെ തന്നെ അതിന്റെ വാല്യൂ വന്നോളും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇവിടെ സി ആയിട്ടാണ് എടുക്കുന്നത്. നമുക്കിപ്പോ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കോൺസ്റ്റന്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ആ രീതിയിലാണ് അതിനെ നമ്മൾ പറയുന്നത്. അപ്പൊ ദിസ് ഈസ് ദ നൊട്ടേഷൻ ആൻഡ് ദിസ് ഈസ് ദ ഡെഫിനിഷൻ. നമ്മൾ ഇന്റഗ്രേഷൻ ആസ് റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടും, ആ രീതിയിലാണ്. ഓക്കെ, നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് പോകാം, അതിന്റെ ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് നീങ്ങാം. ഓക്കെ, അപ്പൊ അങ്ങനെ നീങ്ങുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കാം, 1-2 കാര്യങ്ങൾ. നമുക്ക് എക്സിന്റെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആദ്യം കുറെ കൂടെ ബേസിക് ആയിട്ട് പോവാം. എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്താണ് പറയാമോ? ഡെറിവേറ്റീവിനെ പഠിച്ചുകൊണ്ട് ഡെറിവേറ്റീവ് ഫോർമുലാസിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഇന്റഗ്രൽ ഫോർമുലാസിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എത്ര? 1 ആണ് അല്ലെ? 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം, 1ന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? 1ന്റെ ഇന്റഗ്രൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് 1 എക്സ് ആയിരിക്കും. അപ്പൊ ഒരു ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ, ചെറിയൊരു സംശയം എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 10 എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 10 നമുക്ക് 1 ആണ്. കാരണം ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 10, ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണ്, ഡെറിവേറ്റീവ് ഓഫ് 10 0 ആണ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴും 1 ആണ്. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ഈ ഒരു വാല്യൂ, ഇപ്പൊ 1ന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എക്സ് എന്ന് മാത്രമായിട്ട് എനിക്ക് പറയാൻ പറ്റുമോ? എക്സും ആകാം, എക്സ് പ്ലസ് 1 ആകാം, എക്സ് പ്ലസ് 2 ആകാം, എക്സ് പ്ലസ് 10 ആകാം, എന്തും ആകാം. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു എക്സ് പ്ലസ് സി എന്ന് കൊടുക്കുന്നു. മനസ്സിലായോ? മനസ്സിലായി. എക്സ് പ്ലസ് സി. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് 1 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് സി ആയിട്ട് കിട്ടുന്നു. ഓക്കെ, ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഇത്. നമ്മൾ പിന്നെ വേറൊരു കാര്യം കൂടെ ഒബ്സർവ് ചെയ്യാന്ന് വെച്ചാൽ ഡിഫറൻസിയേഷനകത്ത് ഒരു ഡിഗ്രി കുറയുന്നു. ഇത് എക്സ് ആണ്, എക്സിന്റെ പവർ എത്രയാണ്? 1 ആണ്. ഇതിന്റെ ഇവിടെയോ ഇതിനകത്ത് എക്സിന്റെ പവർ എത്രയാണ്? 0 ആണ്. അപ്പൊ ഒരു ഡിഗ്രി കുറഞ്ഞു അല്ലെ? ഡിഫറൻസിയേഷനകത്ത് ഒരു ഡിഗ്രി കുറഞ്ഞു. ഇന്റഗ്രലിനകത്ത് ഇതിന്റെ പവർ എന്താണ്? ഈ നിങ്ങൾക്ക് പോയിന്റർ കാണാൻ പറ്റുന്നുണ്ടോ? പോയിന്റർ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ഓഫ് 1 dx എന്ന് പറയുമ്പോൾ ഈ 1 എന്ന് പറയുന്ന സംഭവം എന്താണ്? 1 എന്ന് പറയുന്നത് അതിന്റെ ഡിഗ്രി 0 ആണ്. ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അതിന്റെ റിസൾട്ടിന്റെ ഡിഗ്രി എത്രയാണ്? 1 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രി പോളിനോമിയൽ 1 ഡിഗ്രി പോളിനോമിയൽ ആയി മാറി. എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി ഇൻക്രീസ് ചെയ്തു. ഡിഫറൻസിയേഷനകത്ത് ഡിഗ്രി 1 ഡിഗ്രീസ് ചെയ്യുന്നു, ഈ ഇന്റഗ്രലിനകത്ത് ഒരു ഡിഗ്രി ഇൻക്രീസ് ആയി. ഓക്കെ, പോളിനോമിയൽ ഫംഗ്ഷൻസിനകത്തൊക്കെ അങ്ങനെ വരും. പോളിനോമിയൽ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻസിനകത്ത് അങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ഓഫ് എനി കോൺസ്റ്റന്റ്. അപ്പൊ ഇനിയും വേറൊരു അടുത്ത ഒരെണ്ണം എടുക്കാം. അടുത്ത ഏതാന്ന് നോക്കാം. അടുത്ത ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ അത് ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ന്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് എത്ര ആണ്, എന്തോ ആയിരിക്കും എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞേ ഉള്ളൂ, ഡിഗ്രി ഡിക്രീസ് ചെയ്യുന്നു അല്ലെ? നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ പഠിച്ചിട്ടുണ്ടോ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താണ് പഠിച്ചത്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ പഠിച്ചത് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആയിട്ടാണ്. ഒരു ഡിഗ്രി ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ്, ഇതിന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്തോട്ട് വരാൻ പറ്റും. അപ്പൊ ഒന്ന് വേറൊരു രീതിയിൽ കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഇതിനകത്ത് അല്ലെങ്കിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിക്കുക. വാട്ട് വിൽ ബി ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു n പ്ലസ് 1? എക്സ് റേസ് ടു n പ്ലസ് 1 ഡെറിവേറ്റീവ് ഇതേ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് n പ്ലസ് 1 ഇൻറ്റു എക്സ് റേസ് ടു n പ്ലസ് 1 ഇൻറ്റു എക്സ് റേസ് ടു n ആകും. ശരിയാണോ?
ഞാനിവിടെ ഡി എക്സ് എഴുതാൻ മറന്നുപോയി. അത് ഇവിടെ ഇവിടെ വേണ്ട, സോറി, ഇത് ഇന്റഗ്രൽ അല്ലേ, അല്ല ഡെറിവേറ്റീവ് അല്ലേ, അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ എന്താണ്? എൻ പ്ലസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് നോക്കുക. ഇനി ഞാൻ ഈ ഡെറിവേറ്റീവ് ഇതിന്റെ റിവേഴ്സ് ആയിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. ഇത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഈ ഡെറിവേറ്റീവിനെ ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ അത് ഇന്റഗ്രൽ ആയി മാറും. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഈ എൻ പ്ലസ് വൺ താഴോട്ട് വരും. അപ്പൊ ഇവിടെ എൻ പ്ലസ് വൺ ആയി മാറും. ഓക്കെ, ഈ ഡി എക്സ് അപ്പുറത്തോട്ടും പോകും. ഈ ഡി എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ സൈൻ ആയിട്ട് നേരെ അപ്പുറത്തോട്ട് നീണ്ടുപോകും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമുല. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് വിൽ ബിക്കം എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ പ്ലസ് സി. ഇസ് ദാറ്റ് ക്ലിയർ? ഒന്നുകൂടെ പറയാം. ഈ ഫോർമുല ഓർത്ത് വെക്കുക. ഡിഫറൻസിയേഷനകത്ത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക. ഡിഫറൻസിയേഷനകത്ത് നമ്മൾ ഈ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമായിരുന്നു അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഒന്ന് കുറഞ്ഞു അല്ലേ? ഈ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അതിനെ ഒന്ന് കുറച്ചും കൂടെ വേറൊരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ചെയ്ത് നോക്കാം. അതാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ്, ഞാൻ ഇതൊന്ന് ഇവിടുന്ന് മാറ്റട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ എന്തായിരിക്കും? ഈ എൻ പ്ലസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ മൈനസ് വൺ. അപ്പൊ എക്സ് റേസ് ടു എൻ ആവും. ശരിയല്ലേ? എന്നിന്റെ സ്ഥാനത്ത് എൻ പ്ലസ് വൺ ഇടുക. അപ്പൊ ഇവിടെ എൻ പ്ലസ് വൺ ആയി, ഇവിടെ എൻ പ്ലസ് വൺ ആയി അല്ലെ? ഇനിയും എന്നിന്റെ സ്ഥാനത്ത് എൻ പ്ലസ് വൺ ഇടുമ്പോൾ വണ്ണും മൈനസ് വണ്ണും കട്ടാവും. അപ്പൊ നേരെ ഇവിടെയും നമുക്ക് എൻ കിട്ടി. മനസ്സിലായോ? അപ്പൊ ഡെറിവേറ്റീവ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഡി അതിനെ ഒന്ന് നീട്ടി ഇപ്പുറത്തോട്ട് കൊണ്ടിട്ടു. ഈ ഡി എക്സിനെ നേരെ ഇപ്പുറത്തോട്ട് വിട്ടു. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ കിട്ടുമോ? ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഈ ഡി എക്സ് ഇപ്പുറത്തെ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഡി ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നീണ്ടുപോയി. അപ്പൊ ഇവിടെ ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് ഇത് എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് താഴോട്ട് പോവാണ്. അപ്പൊ ഇവിടെ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ സി. ഓക്കെ, ദിസ് ഈസ് ഹൗ ദ. ഓക്കെ, അതാണ് ഫസ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഫിസിക്സിനകത്ത് എല്ലായിടത്തും വേണ്ടി വരും. അപ്പൊ ഇത് ഇന്റഗ്രലിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഓക്കെ, സെക്കൻഡ് ഫോർമുല നമ്മൾ എടുത്തു. ഓക്കെ, ഫസ്റ്റ് ഫോർമുല എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ ബേസിക് ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫോർമുല ഇതായിട്ടാണ് പറഞ്ഞത്. ഇന്റഗ്രൽ അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 1 dx is equal to x plus 1. ഇത് നമ്മുടെ ഫസ്റ്റ് ഫോർമുല. പിന്നെ സെക്കൻഡ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പറഞ്ഞത്. ഇത് സെക്കൻഡ് ഫോർമുല നമ്മൾ പറഞ്ഞു. ഓക്കെ, എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ പോളിനോമിയലിന്റെ ഏത് ഫംഗ്ഷനെ നമ്മൾ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അടുത്ത ഒരെണ്ണം ഡിഫൈൻ ചെയ്യാം. ഇനി മുതൽ ഫസ്റ്റ് ഫോർമുല ഒന്നുകൂടെ കാണിക്കാവാ? ഇതോ? അല്ല, നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 290 ഓപ്പൺ ചെയ്യും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 290 ഓപ്പൺ ചെയ്യും. 290 പേജ്, ടെക്സ്റ്റ് ബുക്ക് NCERT ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വേണ്ടിയിട്ട് ഞാനിത് ഇപ്പൊ പറഞ്ഞു തരുവാണ്. ഫോർമുലാസ് എങ്ങനെയാണ് നിങ്ങൾ ഡിഫറൻസിയേഷൻ ഫോർമുലാസ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത് അറിയാമെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർമുല ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഫോർമുല ഞാനിപ്പോ ഇന്റഗ്രൽ ഫോർമുലാസ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലേക്ക് പോവുകയാണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് ഇന്റഗ്രൽ ഓഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഓക്കെ, ആദ്യം ഡിഫറൻസിയേഷൻ പറയാം. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് നമ്മൾ പഠിച്ചത് എന്താണ്? സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. സൈൻ എക്സ് സൈൻ ഡെറിവേറ്റീവ് ഓഫ് കോസ് മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് കോസ് മൈനസ് സൈൻ എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ കോസ് എക്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ റിവേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ഈ മൈനസ് അപ്പുറത്ത് കൊടുക്കുക, ഇന്റഗ്രൽ ഇപ്പുറത്തോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇന്റഗ്രലിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ബിക്കംസ് ലൈക്ക് ദിസ്. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ്, ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് വിൽ ബി ഈക്വൽ ടു ഈ മൈനസ് ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകും. അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് മൈനസ് ആവും. അപ്പൊ കോസ് എക്സ് എന്ന് കിട്ടും. പിന്നെ പ്ലസ് സി, ആൻസർ എപ്പോഴും പ്ലസ് സി ആയിട്ടും വരും. ഓക്കെ, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എപ്പോഴും വേണം. ഇത് ഇല്ലെങ്കിൽ മാർക്ക് പോകും. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ഡി ഡി എക്സ് എഴുതരുതില്ലേ? ഇവിടെ എഴുതണം. ഡി എക്സ് എഴുതിട്ടില്ലേ? എഴുതണം, മറന്നുപോയതാ. ഓക്കെ, എപ്പോഴും ഡി എക്സ് എഴുതണം. ഡി എക്സ് എഴുതിയില്ലെങ്കിലും മാർക്ക് പോവും. ഇപ്പുറത്തെ സി എഴുതിയില്ല, കാരണം നമുക്ക് അറിയത്തില്ലല്ലോ ഏത് വേരിയബിൾ വെച്ചിട്ടാണ് ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ഡി എക്സ് എഴുതണം. ഓക്കെ, വിട്ടുപോയതാ. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് ഇനി എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എത്രയാണ്? കോസ് എക്സ് അല്ലേ? അപ്പൊ ഇതിനെ ഇന്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇന്റഗ്രൽ ഓഫ് cos x. Okay. Integral of cos x. Okay. Derivative integral of cos x എന്താണ്? Integral of cos x dx എന്താണ്? sin x dx. Sin x plus c. Sin x plus c. Okay. Integral of sin x will be minus cos x plus c. ഈ പ്ലസ് സി എപ്പോഴും ഉണ്ട്, നമ്മൾ എപ്പോഴും പറയാൻ പോകുന്നില്ല, പക്ഷെ എഴുതുമ്പോൾ എപ്പോഴും പറയണം. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് സൈൻ എന്താണ്? കോസ്. ഓക്കെ, മൈനസ് കോസ്. ഇന്റഗ്രൽ ഓഫ് കോസ് എന്താണ്? സൈൻ. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഒരു ഇത്. ഓക്കെ, ഇനി നമുക്കറിയാലോ വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്? ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്താണ്? sec square x. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു sec square x അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ ഇന്റഗ്രൽ ഫോർമുല എഴുതാൻ പറ്റുമോ? ഇന്റഗ്രൽ ഓഫ് sec square എന്തായിരിക്കും? അത് tan x ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇന്റഗ്രൽ ഓഫ് sec square will become tan of x plus c. ഇവിടെ dx ഉണ്ട് കേട്ടോ. ഇന്റഗ്രൽ ഓഫ് sec square equal to tan x plus c. ഓക്കെ, ഞാൻ വേണമെങ്കിൽ അത് ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതാം. dx equal to tan x plus c. ഓക്കെ, അതുപോലെ തന്നെ ഇനി വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എന്താണ്? മൈനസ് കോസീക് സ്ക്വയർ എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഈസ് മൈനസ് കോസീക് എക്സ്. അപ്പൊ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് ഇതിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ ഇരിക്കും? ദാറ്റ് വിൽ ബിക്കം ഇന്റഗ്രൽ ഓഫ് മൈനസ് ഫംഗ്ഷന്റെ അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. മൈനസ് എപ്പോഴും കോൺസ്റ്റന്റ് പോലെ നമ്മൾ സൈഡിലോട്ട് എടുക്കുവാണ്. അപ്പൊ കോസീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ മൈനസ് ഇവിടുന്ന് അപ്പുറത്തോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ദാറ്റ് വിൽ ബിക്കം മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഓക്കെ, മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ട്. ഇനി അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസിലേക്ക് പോകാം. അപ്പൊ അടുത്ത സെറ്റ് ഓഫ് ഫോർമുലാസ് ആണ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് എന്താണ്? വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ്? അല്ല, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്. sec square x അല്ലേ? അപ്പൊ sec square x അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് sec square ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? ഏതിന്റെ? sec squareന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? Integral of sec square x into dx is equal to tan x plus c. നോക്കി വായിക്കരുത് കേട്ടാ. നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ബോർഡിനകത്ത് എഴുതിയിരിക്കുന്ന അത് വെച്ച് ചിന്തിക്കുക. ടെക്സ്റ്റ് ബുക്കിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട്.
അത് നോക്കി പറയാനല്ല ഉദ്ദേശിച്ചത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട് എഴുതണമെന്നില്ല, നിങ്ങളിവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഈ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ നോട്ട് ചെയ്യുക. ഓക്കെ, sec square x dx ഈക്വൽ ടു എന്തായിരിക്കും? tan x പ്ലസ് സി ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ കോട്ടിന്റെ എന്തായിരിക്കും? വാട്ട് ഈസ് d by dx of cot x? What is d by dx of cot x? cot x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cot x ന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് cosec square x. cosec square x മൈനസ് cosec square x ആണ്. ഓക്കെ, അപ്പൊ മൈനസ് cosec square x ആണ്. അപ്പൊ ഈ cosec square x ന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? ഇന്റഗ്രൽ ഓഫ് cosec square x dx will be equal to ഈ മൈനസ് അപ്പുറത്തോട്ട് എടുക്കുക, മൈനസ് ഓഫ് cot x plus c. ഓക്കെ, മൈനസ് cot x plus c. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇനി അടുത്ത ഒരു ഇക്വേഷനിലേക്ക് പോകാം. ഇനി നമുക്ക് വേറെ എന്തൊക്കെ അറിയാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. sec x ന്റെ ഡെറിവേറ്റീവ് അറിയാമോ? sec x ന്റെ ഡെറിവേറ്റീവ് വാട്ട് ഈസ് d by dx? d by dx of sec x. Cosec x into sec x into tan x. ഓക്കെ, Ah, ഡെറിവേറ്റീവ് ഓഫ് sec x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sec x into tan x ആണ്. അതുപോലെ തന്നെ d by dx ഓഫ് cosec x എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് cosec x എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് cosec x എന്താണ്? അത് നിങ്ങളുടെ മൈനസ് cosec x into മൈനസ് tan x, cot x. ഓക്കെ, മൈനസ്. അപ്പൊ ഇനി ഇതിന്റെ ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ആരോ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. sec x tan x ന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റും, cosec x cot x ന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നോക്കുക. എന്തായിരിക്കും അത്? ഇന്റഗ്രൽ ഓഫ് sec x into tan x എന്തായിരിക്കും? പിന്നെ dx എന്തായിരിക്കും അത്? that will be sec x plus by integral of ഇനി പ്ലസ് c കൂടെ ബാക്കി അല്ലേ? അപ്പൊ ഇന്റഗ്രൽ ഓഫ് sec x plus tan x dx will be equal to എത്രയാണ്? sec x plus c. ഓക്കെ, അപ്പൊ അത് d by dx of cos x എന്താണ്? നമ്മൾ cosec x എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ ഇന്റഗ്രൽ ഓഫ് cosec x into cot x, cosec x into cot x ന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും വിത്ത് റെസ്പെക്ട് ടു x? അത് നമുക്ക് cosec x plus c ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർമുലയിലേക്ക് പോകാം. നെക്സ്റ്റ് ഫോർമുല എന്താണ്? ഇപ്പൊ നമ്മുടെ ബേസിക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് x? ഇന്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് x നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ്, സോറി, ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് x ആണ് ചോദിക്കേണ്ടത്. ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ടല്ലോ, d by dx ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് x എന്താണ്? 1 by square root of 1 minus x square. Okay, 1 by root of 1 minus x square. ഇത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. Okay, one second. സൈഡിൽ എവിടെയെങ്കിലും ഇരിക്കട്ടെ, ഇനി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നോക്കാം. ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് x നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് x is equal to 1 by root of 1 minus x square. ഓക്കെ, അപ്പൊ എന്താണ് വരുന്നത്? അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ ഓഫ് 1 by root of 1 minus x square എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇന്റഗ്രൽ ഓഫ് 1 by square root of 1 minus x square into dx എന്തായിരിക്കും? It will be equal to sin inverse of x plus c. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ഡിഫൈൻ ചെയ്യാം, ഡെറിവേറ്റീവ് ഓഫ് cos. ഓക്കെ, വേറൊരു കാര്യം ചോദിക്കട്ടെ, d by dx ഓഫ് cos inverse of x എന്താണ്? cos inverse of x എന്ന് പറയുമ്പോഴത്തേക്കും -1 by root of 1 minus x square ആണ്.
ഓക്കെ, മൈനസ് 1/√(1 - x²) അപ്പൊ ഇതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നിലോ ഇന്റഗ്രൽ ഓഫ് 1/√(1 - x²) ഒന്നിലോ സൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ കോസിലേക്കും കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് തന്നെ ഇതിന്റെ തന്നെ ഫോർമുല എടുക്കാം, ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സി ബട്ട് വിത്ത് ദ മൈനസ് സൈൻ. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് ഇതിന്റെ തന്നെ ഇതും ആകാം, മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സിയും ആകാം, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സിയും ആകാം. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഈ മൈനസ് സൈനിന്റെ. ഓക്കെ, നെക്സ്റ്റ് ഫോർമുല ഏതാണ്? ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കേണ്ടത് ടാനിന്റെ അറിയാം. അപ്പൊ സാർ ഇത് ആ ടൈപ്പ് മറ്റേ 1/√(1 - x² ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഫോർമുലകളിൽ അപ്ലൈ ചെയ്യാവാ? രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ്. നമ്മുടെ അവിടുത്തെ ആവശ്യം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനകത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സൈനിലേക്കോ കോസിലേക്കോ മാറ്റും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫോർമുലക്കകത്ത് നമ്മൾ പഠിച്ചിട്ടില്ല. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് tan x d/dx of tan inverse of x? ഡെറിവേറ്റീവ് ഓഫ് tan inverse പഠിച്ചിട്ടുണ്ടോ? 1/(1 + x²) അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് cot inverse എത്രയാണ്? -1/(1 + x²). ഓക്കെ, അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ ഒരൊറ്റ ഫോർമുലയിലേക്ക് പോകാം. കാരണം രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 1/(1 + x²) ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് 1/(1 + x² എന്ന് പറഞ്ഞ ഫോർമുല അല്ലെങ്കിൽ ആ ഒരു ഫോമില് നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നിലോ tan inverse x + c ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൈനസ് ഓഫ് cot inverse of x + c യും ആക്കാം. ഓക്കെ, ഇങ്ങോട്ടും വരാം. Is that okay? Is that clear? നെക്സ്റ്റ് അടുത്ത ഫോർമുലയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ട്, d/dx ഏതിന്റെയാണ്? sec inverse of x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec inverse of x ന്റെ ഡെറിവേറ്റീവ് ആണ് 1/(x × (x² - 1) അല്ലേ? Derivative of sec inverse of x is equal to 1/x × (x² - 1). അപ്പൊ എന്തായിരിക്കും ഇന്റഗ്രൽ? അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് cosec inverse പഠിച്ചിട്ടുണ്ട്, d/dx of cosec inverse of x എന്താണ് പഠിച്ചിട്ടുള്ളത്? 1/x × (x² - 1). ഒറ്റ വ്യത്യാസമുള്ളൂ, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ അപ്പൊ ഇന്റഗ്രൽ ഓഫ് 1/x × (x² - 1) എഴുതേണ്ടി വരും. This is x² - 1 into dx. It will be equal to what? It can be either sec inverse or minus cosec inverse. Okay, it can be either sec inverse of x plus c, or it will become minus of cosec inverse of x plus c. ഈ ഫോർമുലാസ് എല്ലാം നല്ല രീതിയിൽ മെമ്മറൈസ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ ഓരോ ഷീറ്റിലാണ് ഓരോ സ്ലൈഡ് ആയിട്ടാണ് ഓരോന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് 11th വൺ ഇതാണ് നമ്മൾ പഠിച്ചത്, ഇന്റഗ്രൽ ഓഫ് ഇതാണ് ഇന്റഗ്രൽ ഫോർമുല. ഓക്കെ, ഇതൊരു ഇന്റഗ്രൽ ഫോർമുല. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഏതാണ്? സീക്കും കൊസൈക്കും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നോർമൽ ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. e⁻x ന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയാമോ? e⁻x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? d/dx of e⁻x എത്ര ആയിരുന്നു? ഓർമ്മയുണ്ടോ? e⁻x അല്ലേ? e⁻x തന്നെയാണ് അല്ലെ? അപ്പൊ e⁻x ന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും വിത്ത് റെസ്പെക്ട് ടു x? അതും ഇത് തന്നെ ആയിരിക്കും അല്ലെ? ഡിഫറൻസ് പ്ലസ് സി വരും കൂടെ കാണും, അത്രേ ഉള്ളൂ. എല്ലാത്തിനകത്തും ഇതിന് മുമ്പത്തേനകത്തും പ്ലസ് സി ഉണ്ട്, അതിന് മുമ്പത്തേനകത്തും പ്ലസ് സി ഉണ്ട്. അതാണ് അവിടെ വ്യത്യാസം വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ e⁻x എന്താ മാറ്റങ്ങൾ വരാത്തെ? എന്താ e⁻x എന്താ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാത്തെ? നമ്മളിപ്പോ ഇന്റഗ്രേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ആയിട്ടാണ് അല്ലെ? ആണോ? ആണ്. അപ്പൊ നമ്മൾ ഡിഫറൻസിയേഷന്റെ ഏതാണ് പഠിച്ചിട്ടുള്ളത്? ഡിഫറൻസിയേഷൻ ഓഫ് e⁻x is equal to e⁻x ആണ് അല്ലെ?
ഓക്കെ, അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് ഇ റേസ് ടു എക്സ് അതിന്റെ റിവേഴ്സ് ആയിട്ടാണ്. അപ്പൊ ഇത് ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് തന്നെയാണ് ഇ റേസ് ടു എക്സ്, അങ്ങനെ ചോദിക്കുന്നു. ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് എന്താണെന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് ഇ റേസ് ടു എക്സ് എന്ന് ചോദിക്കുവാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഇ റേസ് ടു എക്സ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഇത് ഈ ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി വിത്ത് ഹെൽപ്പ് ഓഫ് അവർ പ്രീവിയസ് നോളജ്. ഇത് നമ്മുടെ പ്രീവിയസ് നോളജ് ആണ് അല്ലെ. നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത് ഇത് ഇൻവേഴ്സ് അല്ലെങ്കിൽ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ആയിട്ടാണ് അല്ലെ. ഇന്റഗ്രേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തത്? റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി ഇതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ഒരെണ്ണം നോക്കാം. ഇ റേസ് ടു എക്സിന്റെ കഴിഞ്ഞു. ഇനി നമ്മൾ ഓക്കെ, ഈ ഫോർമുല ഓർമ്മയുണ്ടോ? ഈ ഫോർമുല ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ n-1 ആയി കഴിഞ്ഞാൽ ഇത് അൺഡിഫൈൻഡ് ആയി പോകും അല്ലെ. n+1 അൺഡിഫൈൻഡ് ആയി പോകും. അപ്പൊ ഈ ഫോർമുല വാലിഡ് അല്ല ഫോർ n is equal to -1. ഓക്കെ, ഫോർ n is equal to -1 ഈ ഫോർമുല വാലിഡ് അല്ല. അപ്പൊ ഫോർ n is equal to -1 ന് വേണ്ടി ഈ ഫോർമുല വാലിഡ് ആവത്തില്ല. അപ്പൊ n not equal to -1 എന്ന് ഇവിടെ എഴുതേണ്ടി വരും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാം. അപ്പൊ n equal to -1 വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്? അപ്പൊ അത് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു -1 എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു -1 എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇന്റഗ്രൽ ഓഫ് 1/x എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ശരിയല്ലേ? ഇന്റഗ്രൽ ഓഫ് 1/x എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് ഈ 1/x എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഡെറിവേറ്റീവ് ആണ്? d/dx ഓഫ് സംതിങ് is equal to 1/x. അത് എന്തോ ആയിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ആർക്കും ഓർമ്മയില്ല. ഓക്കെ, log x. Derivative of log x equal to 1/x. അപ്പൊ ഇന്റഗ്രൽ ഓഫ് 1/x എന്തായിരിക്കും? അത് log x ആയിരിക്കും. ഓക്കെ, that will be equal to log x plus c. ഓക്കെ, ഇത് നമ്മുടെ ഒരു പർട്ടിക്കുലർ കേസ് ആണ്. x raised to n ന്റെ ഇന്റഗ്രൽ d/dx സോറി ഇന്റഗ്രൽ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്റഗ്രൽ ഓഫ് x raised to n dx എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? x raised to n എങ്ങനെയാണ്? x raised to n+1 divided by n+1. Okay, this formula is not valid for n is equal to -1. So n not equal to -1 ന് വേണ്ടിയിട്ട് ഈ ഫോർമുല, for n is equal to -1 ന് വേണ്ടിയിട്ട് ഈ ഫോർമുല. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ്. എക്സ് റേസ് ടു n ടൈപ്പ് തന്നെയാണ്. പക്ഷെ n-1 ആകുമ്പോൾ ഈ ഫോർമുല ആണ് യൂസ് ചെയ്യുന്നത്. ലോഗ് മോഡ് x ആയിട്ട് പോകും. ലോഗ് ഓഫ് ഇവിടെ മോഡും കൂടെ ഇടേണ്ടി വരും. കാരണം x എപ്പോഴും ലോഗ് is defined only for positive values. അപ്പോ ഇന്റഗ്രൽ ഓഫ് 1/x dx will become log mod x plus c. ഓക്കെ, എപ്പോഴും ലോഗ് മോഡ് x എഴുതുക. n equal to -1 വരുമ്പോഴത്തേക്കും ഈ ഫോർമുല വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറെ ഒന്ന് രണ്ട് ഫോർമുലാസ് ഉണ്ട്, അതും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ ഓഫ് a raised to x dx ആണ്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇന്റഗ്രൽ ഓഫ് a raised to x dx എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് മറ്റേ ഇന്റഗ്രൽ ഓഫ് 1/x dx is equal to ഇന്റഗ്രൽ ഓഫ് log into d/dx അല്ലേ? ഇന്റഗ്രൽ ഓഫ് 1/x dx is equal to log mod x plus c. സാർ ആ മോഡ് വന്നെങ്ങനെ? മോഡ് നമ്മൾ ചുമ്മാ എഴുതുന്നതാ. കാരണം അത് ലോഗ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് വാല്യൂസ്. അപ്പൊ ഈ അകത്തെ വല്ല വാല്യൂ അറിയാതെ നെഗറ്റീവ് ആയി പോയാൽ പോലും അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വാല്യൂ ആണ്, ഒരു ഫംഗ്ഷൻ ആണ് അത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ?
ഓക്കെ. ആ സാർ, ആ നെഗറ്റീവ് അത് എക്സ് റേസ് ടു മൈനസ് ലിസൺ ടു മീ. ഇവിടെ എക്സ് നെഗറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, എക്സ് നെഗറ്റീവ് എന്നിന്റെ കാര്യമല്ല പറയുന്നത്, എക്സ് നെഗറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ലോഗ് അൺഡിഫൈൻഡ് ആയി പോകും. ഓക്കെ, എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആകാതിരിക്കാൻ വേണ്ടി അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു സിസ്റ്റം ആണ് അത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നെഗറ്റീവ് ആയാലാണ് നമ്മള് ക്വസ്റ്റ്യൻസ് വരത്തില്ല നമ്മുടെ സിലബസിനകത്ത്. നമുക്ക് അങ്ങനത്തെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല. ഓക്കെ സാർ, എനിക്ക് ഇപ്പോഴും ക്ലിയർ അല്ല, എക്സ് ആണോ എൻ ആണോ അവിടെ നെഗറ്റീവ് ആവുന്നത്? അല്ല, പവർ 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 കണ്ട, ഇവിടെ എക്സ് റേസ് ടു -1 ഇട്ടിരിക്കുന്നുണ്ട്. എക്സ് -1 ആകുമ്പോൾ എക്സ് അല്ല n -1 ആകുമ്പോ ഈ ഫോർമുല ഉപയോഗിക്കും. അല്ലാത്തപ്പോഴൊക്കെ ഈ ഫോർമുല ഉപയോഗിക്കും. പവർ -1 ആകുമ്പോ ഓക്കെ, എക്സിന്റെ വാല്യൂ എന്തും ആകാലോ. എക്സ് പോസിറ്റീവ് ആയിരിക്കണമെന്ന് മാത്രം നിർബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ലോഗ് ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആയിരിക്കും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് വരുത്താൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന മോഡുലേഷൻ. ഇനി അടുത്ത ഇതിലേക്ക് പോകാം. നമുക്ക് ഇനിയും വേണ്ടത് വെച്ചാൽ ഇന്റഗ്രൽ ഓഫ് a raised to x dx ആണ്. ഓക്കെ, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. d/dx ഓഫ് a raised to x എന്താണ് അറിയാവോ? വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് a raised to x? a raised to x log a raised to x log a to the base e അല്ലേ? ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതൊരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? a ഒരു കോൺസ്റ്റന്റ് ആണ്, x ആണ് വേരിയബിൾ. അപ്പൊ a യും കോൺസ്റ്റന്റ് ആണ്. log a to the base e എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ഇത് ഇപ്പുറത്തോട്ട് ഇട്ടിട്ട് ഇപ്പുറത്തൊരു ഇന്റഗ്രൽ കൊടുത്തു കഴിഞ്ഞാൽ കാര്യം നടന്നില്ലേ? അപ്പൊ this becomes a raised to x by log of a to the base e. e raised to a അല്ല, a to the base e ആണ്. log of a to the base e ആണ്. ഓക്കെ, പ്ലസ് സി ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇട്ടോണം. ഓക്കെ, ഇതാണ് ഇന്റഗ്രൽ ഓഫ് a raised to x ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് a raised to x dx എന്ന് പറയുന്നില്ല, നമ്മളത് മനസ്സിലാക്കാൻ പോകണം. ഇന്റഗ്രൽ ഓഫ് a raised to x ഈക്വൽ ടു a raised to x by log a to the base e. ഓക്കെ, പ്ലസ് സി ഉണ്ട്, അത് മനസ്സിലാക്കുക. അത് നമ്മൾ എപ്പോഴും പറയത്തില്ല, അത് എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. ഇന്റർനെറ്റ് ഇന്റഗ്രേഷൻ വരുന്നിടത്തൊക്കെ പ്ലസ് സി ഉണ്ട്. ഓക്കെ, കാരണം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ഒന്നും പറഞ്ഞുകൊണ്ടല്ലല്ലോ പഠിക്കുന്നത്. ഇന്റഗ്രൽ ഓഫ് സൈൻ കോസ്, അല്ല ഡെറിവേറ്റീവ് ഓഫ് സൈൻ കോസ് എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഇന്റഗ്രൽ ഓഫ് a raised to x by log a divided by log a to the base e, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇത് ഈ കാര്യങ്ങൾ എല്ലാത്തിനകത്തും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഈ ഫോർമുലാസ് ഒക്കെ ബേസിക് ആയിട്ടുള്ള കുറെ ഫോർമുലാസ് എല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എക്സസൈസിലേക്ക് പോകാം, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോകാം. ഓക്കെ, ബൈ ഇൻസ്പെക്ഷൻ ആണ്. അതിന് മുമ്പ് എക്സാമ്പിൾ 1 ഒന്ന് എടുത്ത്. എക്സാമ്പിൾ 1 പേജ് നമ്പർ 295 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ. ബൈ ഇൻസ്പെക്ഷൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് cos to x by inspection എന്ന് പറഞ്ഞാൽ ഈ ഡെറിവേറ്റീവിന്റെ കോൺസെപ്റ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഞാൻ i എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കാം. i ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് cos 2x dx. ഇതാണ് ഇതിന്റെ വാല്യൂ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ cos 2x എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഇന്റഗ്രൽ ആയിരിക്കും? സൈൻ ഓഫ് സംതിങ്ങിന്റെ ഇന്റഗ്രൽ ആയിരിക്കും അല്ലെ? അല്ല, സൈൻ ഓഫ് സംതിങ്ങിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും അല്ലെ? ശരിയല്ലേ? ഇന്റഗ്രൽ ഓഫ് cos 2x dx കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്തിന്റെ ഡെറിവേറ്റീവ് ആണ് cos 2x എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്തിന്റെ ഡെറിവേറ്റീവ് ആണ് cos 2x? ഓക്കെ, അപ്പൊ d by dx എന്താണെന്ന് എനിക്കറിയാം. cos എന്ന് പറയുന്ന സൈനിന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലെ? ഡെറിവേറ്റീവ് ഓഫ് sin 2x ഒന്ന് നോക്കാം. നമുക്ക് sin 2x ഒന്ന് നോക്കാം, റഫ്ലി ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ? നമുക്ക് അറിയാലോ ഫോർമുല. സൈനിന്റെ ഡെറിവേറ്റീവ് cos 2x into cos 2x. അത് into 2 അല്ലേ? into 2x. ഈ 2x ന്റെ ഡെറിവേറ്റീവ് ആണ് into d by dx of 2x. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്.
അപ്പൊ ഇതിന്റെ ഡി ബൈ ഡി എക്സ് ഓഫ് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പുറത്തോട്ട് വരും, കോൺസ്റ്റന്റ് പുറത്തെടുക്കാമല്ലോ. കോൺസ്റ്റന്റ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഡി എക്സ് ബൈ ഡി എക്സ് എന്നാവും. ഓക്കെ, അത് 1 ആയി പോകും. അപ്പൊ അങ്ങനെ 2 എന്ന് ബാക്കി വരുന്നു. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 2 into cos 2x എന്ന് എഴുതാൻ പറ്റും. ഇത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ഡി ബൈ ഡി എക്സ് ഓഫ് sin 2x ആണ് cos 2x. അപ്പൊ ഈ 2 ഇപ്പുറത്തോട്ട് കൊടുക്കാമെങ്കിൽ, ഈ 2 ഇപ്പുറത്തോട്ട് കൊടുത്തിട്ട് ഈ ഡി ബൈ ഡി എക്സ് എല്ലാം കൂടെ അപ്പുറത്തോട്ട് കൊടുക്കാമെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇത് ഇന്റഗ്രൽ ഓഫ് cos 2x dx will be equal to 1/2 into sin 2x. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം അല്ലെ, അല്ല ഈ 2 ഇപ്പുറത്തോട്ട് താഴോട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. നമ്മള് ഇതല്ലേ ഡിഫറൻസിയേഷനകത്ത് ഓക്കെ സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്, അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെന്തോ ചെയ്യുന്നത്, നമ്മൾ മൾട്ടിപ്ലൈ ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ് ചെയ്യുന്നത് അല്ലെ. മൾട്ടിപ്ലൈ ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് 2 ആണ്. ഇന്റഗ്രലിനകത്ത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ് ചെയ്യുന്നത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഐ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് cos 3x എടുക്കാം. cos 3x dx എന്തായിരിക്കും? അത് എന്തായിരിക്കും? കോസിന്റെ ഇന്റഗ്രൽ എന്താണ്? sin x അല്ലെ. കോസിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ sin 3x ആയിരിക്കും. ഡിവൈഡഡ് ബൈ ദ കോഎഫിഷ്യന്റ് ഓഫ് x, അത് 3 പ്ലസ് c, ഇത് പ്ലസ് c. കാര്യം മനസ്സിലായോ? മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്റഗ്രൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രൽസ്. ഏത് പ്രോപ്പർട്ടീസ് ആണ്? ആൽജിബ്രൈക് പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൽജിബ്രൈക് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ജി ഓഫ് എക്സ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ ഒരുമിച്ചുള്ള ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? രണ്ടിന്റെയും കൂടെ ഇൻഡിവിജ്വൽ ഇന്റഗ്രേഷൻ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡിഎക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് ഡിഎക്സ്. ഇത് നമ്മുടെ ഒരു റൂളാണ്. ഓക്കെ, മൈനസ് ആണെങ്കിൽ അവിടെ മൈനസ് വരും, അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ കൂടെ കെ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, അത് എല്ലാം കൂടെ അവരുടെ ഡി എക്സ് ആണെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സി അല്ലെ, സോറി, ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എന്നിട്ട് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് സംതിങ് പ്ലസ് സി ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതാണ് ഫൈൻഡ് ഇന്റഗ്രൽ. തന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ പ്രോപ്പർട്ടി ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ, പുറത്തെടുക്കാൻ പറ്റുമെന്ന് അർത്ഥം. കെ കോൺസ്റ്റന്റ് അല്ലേ? ഞാനത് പറഞ്ഞു തരാം. ഞാനത് അടുത്ത എക്സാമ്പിളിൽ വരുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പൊ ഇത് ഇന്റഗ്രൽ ഓഫ് 3x square plus 4x raised to 3 dx ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ ഇന്റഗ്രൽ ഇതിനും കൊടുക്കാം, ഇതിനും കൊടുക്കാം. ഈ കോൺസ്റ്റന്റ് എനിക്ക് പുറത്തു കൊടുക്കാം. അത് രണ്ട് പ്രോപ്പർട്ടിയും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 3 into integral of x square dx plus 4 into integral of x raised to 3 dx. Is this okay? Okay. Okay. ഇനി നമ്മൾ x raised to n ന്റെ ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലെ? x raised to n ന്റെ ഇന്റഗ്രൽ dx പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത്? x raised to n plus 1 by n plus 1 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, പ്ലസ് c. ഈ ഫോർമുല നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് 3 into x സ്ക്വയറിന്റെ എന്തായിരിക്കും ഇന്റഗ്രൽ? x raised to 3 by 3, 2 plus 1 divided by 2 plus 1. Okay, x raised to 2 plus 1 divided by 2 plus 1. ആ 2 plus 1 എന്ന് പറയുന്നതാണ് 3 എഴുതിയിരിക്കുന്നത്. പ്ലസ് അവിടെ ഒരു c1 ഉണ്ട് കേട്ടോ. അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്ലസ് c1, ഇവിടെ ഒരു പ്ലസ് c1 വരും. നമ്മൾ അതൊന്നും എഴുതുന്നില്ല. എല്ലാ കോൺസ്റ്റന്റും കൂടെ ആഡ് ചെയ്ത് ലാസ്റ്റിൽ ഒരു c കൊടുക്കത്തേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഭയങ്കര ലേസിയാണ്. പ്ലസ് 4 into, സോറി കളർ മാറിപ്പോയി, നമുക്ക് മറ്റേ കളർ തന്നെ എടുക്കാം. ഏതാ? ഗ്രീൻ അല്ലായിരുന്നു. ഓക്കെ, അപ്പൊ 4 into ഇന്റഗ്രൽ ഓഫ് x raised to 3 എന്താണ്? x raised to 3 ന്റെ ഇന്റഗ്രൽ എന്താണ്? x raised to ഇത് 3 plus 1 4 divided by അതേ പവർ 4. ഓക്കെ, പ്ലസ് c.
ആ ഇവിടത്തെ C1 ഇവിടത്തെ C1 ഇവിടത്തെ C2 അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് വേറൊരു C കൊടുക്കാം, നമുക്ക് ക്യാപിറ്റൽ C കൊടുക്കാം. കാര്യം മനസ്സിലായോ? പ്രോപ്പർട്ടി അത്രേ ഉള്ളൂ. കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു. ഈ 4 ഞാൻ പുറത്തെടുത്തില്ലേ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ 4 × x⁻³ യുടെ ഇന്റഗ്രൽ എടുക്കാൻ പോവാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 4x⁻³ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? ഞാൻ 4 പുറത്തെടുക്കും, ഇന്റഗ്രൽ ഓഫ് x⁻³ dx കണ്ടുപിടിക്കും, എന്നിട്ട് ഈ 4 പിന്നെ മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ദ പ്രോസസ്. അതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് 1/x dx? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇന്റഗ്രൽ ഓഫ് 1/x dx എന്താണ്? log of modulus x അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇവിടെ x not equal to 0 തന്നിട്ടുണ്ട്. x not equal to, അല്ലെങ്കിൽ ഈ ഫംഗ്ഷനെ ഡിഫൈൻഡ് ആകത്തില്ലല്ലോ. അപ്പൊ ഇത് x⁻⁻1 എന്നുള്ളത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇന്റഗ്രൽ ഓഫ് 1/x dx is equal to log mod x plus c. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോർമുല അറിയാം. ഇന്റഗ്രൽ ഓഫ് 1/x dx is equal to log mod x plus c. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി എക്സാമ്പിൾ 2 നോക്കാം. എക്സാമ്പിൾ 2 നോക്കിയേ. എക്സാമ്പിൾ 2 എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. ഏതിന്റെയാണ്? x⁻³ - 1/x x² × dx. ഇതെങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? ഇതിനെ ആദ്യം ഒന്ന് അകത്തെ പോർഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാ സിംപ്ലിഫൈ ചെയ്യുന്നത്? ഇന്റഗ്രൽ ഓഫ് x⁻³ ഈ ഡിനോമിനേറ്റർ രണ്ടും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ ഇതൊരു നോർമൽ പോളിനോമിയൽ ഫംഗ്ഷൻ ആയി മാറും. അപ്പൊ x² മൈനസ് ഇവിടെ എന്താണ് 1/x². ഓക്കെ, ഇങ്ങനായി മാറി. ഈസ് ദാറ്റ് ഓക്കെ? അപ്പൊ ഈ x² ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതെങ്ങനെ ഇരിക്കുന്നത്? ഇന്റഗ്രൽ ഓഫ് ഇവിടെ വരുമ്പോഴത്തേക്കും x, ഇവിടെ വരുമ്പോഴത്തേക്കും മൈനസ് ഓഫ് x⁻² into dx. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, മനസ്സിലായില്ല സർ. മനസ്സിലായില്ലേ? ഇല്ല, ആ സ്റ്റെപ്പ് മനസ്സിലായില്ല. അത്രേ ഉള്ളൂ. ഇത് 2x⁻² ഒരു 3 കട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? പിന്നെ x⁻², 1/x⁻²നെ എനിക്ക് x⁻² എന്ന് എഴുതാൻ പറ്റത്തില്ലേ? ഓക്കെ, അപ്പൊ ഇനി ഇന്റഗ്രേഷൻ നമുക്ക് ഇനി ആ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഇന്റഗ്രേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ കളർ വീണ്ടും മാറിപ്പോയി. ഓക്കെ, വിച്ച് വൺ? ഗ്രീൻ വൺ. അപ്പൊ ഇന്റഗ്രൽ ഓഫ് x dx. ഓക്കെ, ഇന്റഗ്രലും dxഉം ഓരോന്നിനും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മൈനസ് integral of x⁻² into dx. Is that okay? Okay. അപ്പൊ ഇനി ഇന്റഗ്രൽ ഓഫ് x dx എന്താണ്? നമുക്കറിയാവുന്ന പവറിനകത്ത് -1 ഒന്നുമില്ല. ഇന്റഗ്രൽ ഓഫ് x dx എന്താണ്? ഒരു പവർ ഇൻക്രീസ് ആവും. x⁻² ഇവിടെ 1 ആണ് അല്ലേ? 1 അല്ലേ? അപ്പൊ അത് 1 + 1 2y. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. പിന്നെ x⁻² ന്റെ എന്തായിരിക്കും? x⁻² -2 + 1 divided by -2 + 1. ഓക്കെ, ഇത് രണ്ടിന്റെയും C1 ഉം C2 ഉം കൂടെ കൂട്ടിയിട്ട് ഒരു +c ക്യാപിറ്റൽ കൊടുത്തു. ഇത് ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. x²/2 അതുപോലെ തന്നെ ആയിരിക്കും. ഇത് മൈനസ്, ഇത് x⁻², ഇത് എന്താണ്? ഇത് x⁻−1 ആണെന്ന് തോന്നുന്നു. അപ്പൊ x⁻−1 divided by താഴെ എന്താ? -1, താഴെ എന്താണ്? -1 + c. ഈ -1 അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ നോക്കട്ടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ആരോ ഒരാൾ പോയല്ലോ. എന്ത് ചെയ്യാ? ആശീർവാദ് പിന്നെ വന്നേ ഇല്ലേ? ഇല്ല, വന്നില്ല. പോട്ടെ. പിന്നെ ഇതെന്താണ്? x²/2 - x⁻−1 ഈ മൈനസ് അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ പ്ലസ് ആയി പോകും. ഈക്വൽ ടു x⁻²/2 + x⁻−1 + c. ഓക്കെ, ദിസ് ഈസ് യുവർ ആൻസർ. അല്ലെങ്കിൽ x⁻−1നെ വേണമെങ്കിൽ നമുക്ക് 1/x എന്ന് എഴുതാം. എന്തെഴുതാം? 1/x എന്നും എഴുതാം. ഓക്കെ, കാര്യം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. കാര്യം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഒരെണ്ണത്തിലേക്ക് പോകാം. അടുത്ത ഏതാണ്? ഇനി നമ്മൾ നേരെ എക്സസൈസിലേക്ക് പോകാം. ഓക്കെ,
എക്സസൈസിലേക്ക് പോകാം. എക്സസൈസ് 7.1. എക്സസൈസ് 7.1ന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എക്സസൈസ് 7.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ എക്സസൈസ് 7.1ന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഗസ് വർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഈ sin 2xന്റെ ഇന്റഗ്രൽ dx കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് sin 2x ബൈ മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഏതിന്റെ ഡെറിവേറ്റീവ് ആണ് sin 2x? cos 2xന്റെ ആയിരിക്കും അല്ലേ? ഈ cos 2xന്റെ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കാം. എന്താണത്? cos 2xന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos 2xന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് sin 2x വരും അല്ലെ? ഇൻറ്റു 2 അല്ലെ? അപ്പൊ ഈ -2 താഴെ കൊടുത്താൽ മതിയല്ലോ. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാം, 1/- അല്ലെങ്കിൽ -1/2 എന്ന് കൊടുക്കാം, -1/2 എന്ന് കൊടുക്കാം, -1/2 എന്ന് കൊടുത്തു, ഇൻറ്റു cos 2x. ഓക്കെ, നമ്മുടെ പ്രോബ്ലം സോൾവ് ആയി. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ, സോൾവ് ആയി. പ്ലസ് സി കൂടെ ഇടാൻ മറക്കരുത്, പ്ലസ് സി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഈ cos 3xന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം, dx വിത്ത് റെസ്പെക്ട് ടു x കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഈ 3x വരുത്താൻ നമുക്ക് sin 3xന്റെ ഡെറിവേറ്റീവ് ചെക്ക് ചെയ്ത് നോക്കാം. d/dx ഓഫ് sin 3x എന്തായിരിക്കും? നമുക്കറിയാം കോസും സൈനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്താണ് sin 3xന്റെ ഡെറിവേറ്റീവ്? നമുക്ക് cos 3x ആണ്, 3x into 3 ആണ് അല്ലേ? cos 3x into 3 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി എഴുതാം 1/3 into sin 3x plus c. കാരണം sin 3x plus 2ന്റെ ഡെറിവേറ്റീവ് ഇത് തന്നെ കേട്ടോ. കാരണം ഈ 2ന്റെ ഡെറിവേറ്റീവ് നമുക്ക് നേരെ അങ്ങ് 0 ആയി പോകും. അതുകൊണ്ട് എന്തിട്ടാലും അത് 0 ആയി പോകും. അത് ഈ കോൺസ്റ്റന്റ് നമുക്ക് വേറെ ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നൊന്നും നമുക്ക് ഇപ്പൊ തൽക്കാലം തിരിച്ചെടുക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു സി അങ്ങ് എഴുതുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി അടുത്ത സെയിം ക്വസ്റ്റ്യനകത്ത് തേർഡ് ക്വസ്റ്റ്യൻ എടുക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ ഓഫ് e raised to 2x അതാണ് പറഞ്ഞിരിക്കുന്നത്. e raised to 2x dx കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? e raised to അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, e raised to 2x ന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കാം. e raised to 2x ന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കാം. എന്താണ് കിട്ടുന്നത്? അതെനിക്ക് e raised to 2x ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x വേണ്ടേ? ഇൻറ്റു 2 അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ ഈ 2 എനിക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും ഇപ്പുറത്തെ സൈഡിൽ. അപ്പൊ ഇന്റഗ്രൽ ഓഫ് e raised to 2x will be equal to 1/2 into e raised to 2x. Okay, e raised to ന്റെ നമ്മൾ അറിയാം, e raised to ന്റെ ഇന്റഗ്രൽ e raised to തന്നെയാണ് as it is. പക്ഷേ ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x plus c. ഇത്രേ ഉള്ളൂ. I hope you are clear. ഓക്കെ, ഇത് തേർഡ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ പോയി. അപ്പൊ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 അതിന്റെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 4 ബൈ മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് ax plus b the whole square. ax plus b the whole square ന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇത് ശാലം പ്രശ്നമായല്ലോ. നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1 ഡിഗ്രി കൂടി പോകും, ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ 1 ഡിഗ്രി കുറയും. പഠിച്ചിട്ടില്ലേ? അല്ല, തിരിച്ചാ പറഞ്ഞത്. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ 1 ഡിഗ്രി കൂടും, ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1 ഡിഗ്രി കുറയും. അപ്പൊ എന്തോ നമുക്കൊരു കാര്യം ചെയ്യാം, ax plus b the whole raised to 3യുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കിയേ. കാര്യം പറയുന്നതൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? കണക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? 3യുടെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. അതാവുമ്പോ നമുക്ക് കിട്ടുന്ന എന്താണ്? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോ 3 into ax plus b the whole raised to 2 ആകും അല്ലേ? പിന്നെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ax plus b, അതിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് a മാത്രമേ കാണത്തുള്ളൂ, b യുടെ ഡെറിവേറ്റീവ് 0. ശരിയല്ലേ? അപ്പൊ ഈ 3a കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ 1/3a ഇൻറ്റു ax plus b the whole raised to 3 plus c. ഓക്കെ, ഇതിന്റെ ഇന്റഗ്രേഷൻ എടുക്കുമ്പോ ഇതിന്റെ കാരണം എന്താ? ഞാൻ ഈ 1/3a ഞാൻ മറച്ചു പിടിക്കാമെങ്കിൽ ഈ സാധനം ഈ
ax plus b the whole raised to 3 യുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്നത് മൊത്തമായിരിക്കും. അതെല്ലാം കൂടെ കൊണ്ട് അവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ അങ്ങ് കിട്ടും. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ. അപ്പൊ അതൊരു റിവേഴ്സ് പ്രോസസ് ആണ്. ഓക്കെ, ഡിഫറൻസിയേഷന്റെ റിവേഴ്സ് പ്രോസസ് ആണ്. ഇന്റഗ്രേഷനകത്ത് ഈ പവറും കോഎഫിഷ്യന്റും ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, ഡിഫറൻസിയേഷനകത്ത് ഇന്റഗ്രേഷനകത്ത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അത്രേ ഉള്ളൂ വ്യത്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. വളരെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാം ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ്? ചെയ്ത് നോക്കിയേ. തന്നിരിക്കുന്നത് ഇന്റഗ്രൽ ഓഫ് sin 2x മൈനസ് 4 ഇൻറ്റു ഇ റേസ് ടു 3x. ഇത് മൊത്തത്തിലുള്ള dx ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനകത്ത് ഇന്റഗ്രൽ എന്നും dx എന്നും ഒന്നും തന്നിട്ടില്ല, പക്ഷെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ആ തന്നിരിക്കുന്ന മൊത്തം ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോപ്പർട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനും കൊടുക്കും അതിനും കൊടുക്കും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്റഗ്രൽ ഓഫ് sin 2x കൊടുക്കാൻ പറ്റും dx മൈനസ് ഈ കോൺസ്റ്റന്റ് അല്ലേ 4, അത് ഞാൻ പുറത്തെടുത്തു. ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു 3x dx ഇങ്ങനെ എഴുതി. ഇനി sin 2x ന്റെ ഇന്റഗ്രൽ നമുക്ക് സുഖമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. സൈനിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈനിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് ആണ്. മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 മൈനസ് 4 ഇൻറ്റു ഇ റേസ് ടു 3x. ഇ റേസ് ടു ന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു ബട്ട് ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x plus c. Your problem is done. ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇനി പോലെ നമ്മൾ ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ച് അങ്ങ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. ഡയറക്റ്റ് നമ്മൾ ഇത്രയും നേരം കുറെ ഫോർമുലാസ് പഠിച്ചിട്ടില്ലേ? പേജ് നമ്പർ ഏതായിരുന്നു ഞാൻ പറഞ്ഞത്? അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗിൽ പഠിപ്പിച്ച ഫോർമുലാസ് 290 290 അല്ലെങ്കിൽ 291 ഇതിനകത്തുള്ള ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള എക്സസൈസിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇത്ര നേരം പറഞ്ഞു തന്ന ടെക്നിക്സും ഉപയോഗിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിക്കോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 6നകത്ത് ഇന്റഗ്രൽ ഓഫ് എന്താണ് 4 ഇൻറ്റു ഇ റേസ് ടു 3x പ്ലസ് 1 ഇൻറ്റു dx. ഓക്കെ, ഇതിന്റെ ഒന്ന് കണ്ടുപിടിച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ ഇത്രയും നേരം എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു തന്നത് ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് എന്താ ചെയ്യുന്നത്? ഞാൻ 4 പുറത്തെടുത്തു, ഇന്റഗ്രൽ ടു ഇ റേസ് ടു 3x കൊടുത്തു, പ്ലസ് dx ഇട്ടില്ല, dx കൊടുത്തു, പ്ലസ് കൊടുത്തു. ഇനി ഇന്റഗ്രൽ ഓഫ് 1 സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ കൊടുത്തു, dx കൊടുത്തു. നമുക്ക് സുഖമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. 4 ഇൻറ്റു ഇ റേസ് ടു 3x എന്താണ്? ഇ റേസ് ടു 3x. ഇപ്പൊ കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിനകത്ത് നമ്മൾ ചെയ്തത് ഇത് തന്നെയാണ്. ഇ റേസ് ടു 3x ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 എന്താണ് ഇന്റഗ്രൽ? 1 ഡിഗ്രി ഹയർ ആവും അല്ലെ? x പ്ലസ് c. വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് 1 dx? നമ്മൾ ആദ്യത്തെ ഫോർമുല പഠിച്ചത് എന്താണ്? ഇന്റഗ്രൽ ഓഫ് 1 dx x അല്ലെ? കാരണം ഡെറിവേറ്റീവ് ഓഫ് x 1 ആണ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് 1 x ആയിരിക്കും, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ അവിടെ കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 അവിടെ ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ഇവിടെ തന്നെ ചെയ്തേക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7നകത്ത് എന്താണ്? ഇന്റഗ്രൽ ഓഫ് x സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1 ബൈ x സ്ക്വയർ dx. ഇതൊന്നും മുമ്പേ പറഞ്ഞ പോലെ ഇത് ആദ്യം അങ്ങ് അകത്തൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. ഇന്റഗ്രൽ ഓഫ് ഇത് x സ്ക്വയർ ആകും, മൈനസ് x സ്ക്വയർ ബൈ x സ്ക്വയർ ആകും, ഇൻറ്റു dx ആകും അല്ലെ? So it becomes integral of x square minus 1 into dx. അപ്പൊ ഇത് integral of x square dx minus integral of 1 dx. ഇതൊക്കെ സുഖമായിട്ട് അറിയാലോ. ഇന്റഗ്രൽ ഓഫ് x raised to n ന്റെ ഫോർമുല എല്ലാവർക്കും അറിയാവുന്നല്ലേ? ഇന്റഗ്രൽ ഓഫ് x raised to n എന്താണത്? x raised to n ന്റെ ഇന്റഗ്രൽ അറിയോ? Integral of x raised to n x raised to n is equal to x raised to n plus 1 by n plus 1. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് പോകാം. എന്താണ്? അതാണ് ഇന്റഗ്രൽ വേണ്ടല്ലോ. നമുക്ക് x raised to 3 by 3 മൈനസ് ഇവിടെ എന്താണ്? ഇവിടെ x ആണ് അല്ലെ? ഈ 1നെ വേണമെങ്കിൽ എനിക്ക് x raised to 0 എന്ന് എഴുതിക്കൂടെ? അതുകൊണ്ടാണ് x raised to 0 plus 1 divided by 0 plus 1. അപ്പൊ അത് x ആയി മാറി. ഇതെല്ലാം ഒരേ ഫോർമുലയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്ലസ് ഉണ്ട്. ഞാൻ പറഞ്ഞ അതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞു പോയത്, അതുകൊണ്ട് അടുത്തെടുക്കുമ്പോ എന്താണ്?
8th question അല്ലെ? ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ഇന്റഗ്രൽ ഓഫ് എന്താണ്? a into x square plus bx plus c into dx. എന്താണ് ചെയ്യാമല്ലോ? ഇതുപോലെ തന്നെ ഞാൻ ഇന്റഗ്രലും ഡി എക്സും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് മാറ്റാൻ പോവാണ്. ഈക്വൽ ടു എ, ശ്രദ്ധിച്ചു നോക്കുക, a into ഇന്റഗ്രൽ ഓഫ് x square dx plus b into ഇന്റഗ്രൽ ഓഫ് x dx plus c കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രൽ ഓഫ് 1 dx. ഓക്കെ, സിനെ എനിക്ക് c into 1 എന്ന് എഴുതാൻ പറ്റും അല്ലെ? c into അപ്പൊ ഇനി ഇവിടെ ഒരു c ഉള്ള സ്ഥിതിക്ക് എനിക്ക് കോൺസ്റ്റന്റ് c ഇടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് സ്മോൾ c ആയിരിക്കും, ഞാൻ ഇടാൻ പോകുന്നത് ക്യാപിറ്റൽ c ആയിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, a into x raised to 3 divided by 3 plus b into x raised to 1 അല്ല 1 ആയിരുന്നല്ലോ, അപ്പൊ അത് 1 plus 1 ആയി പോകും. അപ്പൊ 2 divided by 2 plus cx plus capital C. അല്ല, സിക്കകത്ത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് k, ഓക്കെ, where k is constant of integration. നമ്മുടെ ഉദ്ദേശം ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അത് സി ആയാലും കെ ആയാലും ഒന്നുമില്ല, ഓൾറെഡി യൂസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, വേറെ എന്തും ആകാമല്ലോ. അതുകൊണ്ട് നമ്മളൊരു ഇതുവരെ നമുക്ക് പരിചയമൊന്നും ഇല്ലാത്ത ഒരു കോൺസ്റ്റന്റ് എടുത്ത് അവിടെ ഇട്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ അതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 എടുത്തോണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 9 എന്താണ്? ഞാൻ ഇതിന്റെ സൊല്യൂഷൻസ് ഞാൻ വേണമെങ്കിൽ വാട്സാപ്പ് ചെയ്തേക്കാം, നിങ്ങൾക്ക് അത് പ്രശ്നം വരുന്നില്ല. നോട്ടിന്റെ കുറച്ച് പ്രോബ്ലംസ്, എക്സാമ്പിൾസ് അല്ല, എക്സസൈസിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 6 ഓൺവേർഡ്സ് ഉള്ളത് ഞാൻ ഇട്ടേക്കാം, വാട്സാപ്പ് ചെയ്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് നോക്കി എഴുതാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. ഇന്റഗ്രൽ ഓഫ് this is 2x square plus e raised to x എന്താണ് into dx. ഇത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ അല്ലെ? 2 into integral of x square dx plus integral of e raised to x dx, അതാണിത്. ഓക്കെ, ഇനി എന്താണ്? 2 into x raised to 3 by 3 plus e raised to x plus c. പോരെ? e raised to x ന്റെ ഇന്റഗ്രൽ e raised to x. ഇനി 10th question, ക്വസ്റ്റ്യൻ നമ്പർ 10, വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താണത്? ഇന്റഗ്രൽ ഓഫ് x root x minus 1 by root x എന്നിട്ട് അതിന്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ആദ്യം അതിന്റെ ഹോൾ സ്ക്വയർ അങ്ങ് തുറന്നേക്കാം. അപ്പൊ ഹോൾ സ്ക്വയർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് x അല്ലെ, റൂട്ട് എക്സിന്റെ സ്ക്വയർ x പ്ലസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by x, പിന്നെ മൈനസ് മിഡിൽ ടേം ഞാൻ സൈഡിലാണ് എഴുതിയത്, ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് മൈനസ് ഓഫ് 1 ആയിട്ട് കിട്ടും. കാരണം റൂട്ട് എക്സ് ഇൻറ്റു 1 by root x അതെന്തായിരിക്കും? -1 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതിനെ ഇന്റഗ്രൽ dx കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇന്റഗ്രൽ ഓഫ് x dx. ഓക്കെ, ഇനി മുതൽ ഞാൻ ഈ ഇന്റഗ്രലും dx ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നേരെ മനസ്സിൽ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്, ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പോവാണ്. ഓക്കെ, നമ്മൾ റൂട്ട് മാറ്റിയത് മനസ്സിലായില്ല. സ്ക്വയർ ചെയ്ത് ഹോൾ സ്ക്വയർ a minus b whole square equal to a square plus b square minus 2ab. ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, so it becomes root x whole square plus 1 by root x whole square minus root x into 1 by root x into 2. ഈ റൂട്ട് എക്സ് കട്ട് ആയി പോയി, അപ്പൊ -2. സോറി, അപ്പൊ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്, ഇവിടെ 2 ആണ് വരേണ്ടത് കേട്ടോ. താങ്ക് യു ഫോർ ആസ്കിംഗ് ദി ക്വസ്റ്റ്യൻ. ഇവിടെ 2 ആണ് വരേണ്ടത്, അപ്പൊ അതവിടെ ചെയ്യാം. അപ്പൊ എക്സിന്റെ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്? x raised to 2 by 2 ആയി പോവും. ഇത് 1 by x അല്ലേ? ഇന്റഗ്രൽ ഓഫ് 1 by x dx എന്താണ്? log mod x plus c. പിന്നെ ഈ 2ന്റെ എന്താണ്? 2 പുറത്ത് വരും. 1 dx ന്റെ ഇന്റഗ്രൽ എന്താണ്? 1 dx ന്റെ ഇന്റഗ്രൽ x ആണ് അല്ലേ? പ്ലസ് c, എല്ലാത്തിന്റെയും കൂടെ ഒരു c, ഒരൊറ്റ c, ക്യാപിറ്റൽ C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഡിനോമിനേറ്റർ ആദ്യം എല്ലാത്തിനും കൂടെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യൻ ഉണ്ടോ എല്ലാവരുടെ കയ്യിൽ? 11th ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ ഓഫ് x raised to 3 plus 5 into x square minus 4 divided by x square
dx. Okay, divided by x square into dx. എന്താണ് കിട്ടുന്നത്? അതിന്റെ ഡിനോമിനേറ്റർ എല്ലാത്തിനും കൂടെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ x സ്ക്വയർ ഇതിന്റെ കൂടെ പോകുമ്പോൾ x ആവും അല്ലേ? ഈ x സ്ക്വയർ ഇതിന്റെ കൂടെ പോകുമ്പോൾ കട്ട് ആവും, +5 ആയിരിക്കും. പിന്നെ ഈ 4 ന്റെ കൂടെ പോകുമ്പോഴത്തേക്കും 4 into x raised to -2 എന്നാകും. ഇന്റഗ്രൽ dx. Are you able to understand? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഡിനോമിനേറ്റർ എല്ലാത്തിനും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഒക്കെ ഇന്റഗ്രേഷൻ, x ന്റെ ഇന്റഗ്രൽ എന്താണ്? x²/2. 5 ന്റെ ഇന്റഗ്രൽ എന്താണ്? 5 into x. 4 into x raised to -2 ന്റെ ഇന്റഗ്രൽ എന്താണ്? x raised to -2 ന്റെ ഇന്റഗ്രൽ dx എന്താണ്? നമുക്കറിയാലോ, x raised to -2 + 1 divided by -2 + 1 അല്ലേ? ഞാൻ പ്ലസ് സി ഇപ്പൊ ഇവിടെ എഴുതുന്നില്ല, ലാസ്റ്റ് ഇവിടെ കൊടുക്കാം. അപ്പൊ ഇതെന്താണ്? x raised to -1 by -1 അല്ലേ? അപ്പൊ ഈ -1 ഇവിടെ വരും, +4 ആകും. ഓക്കെ, 1 by x dx ആയി. ഓക്കെ, this is equal to -1 by x. ഓക്കെ, dx അല്ല, +c ആണ് കേട്ടോ. ഓക്കെ, ആൻസർ ശരിയായോ? അടുത്തെന്താ? അടുത്തതും ഇതുപോലെ തന്നെ, പക്ഷെ ഒരു റൂട്ട് ഉണ്ട് താഴെ. റൂട്ട് കണ്ടാ പേടിക്കരുത് കേട്ടോ. റൂട്ടിനെ റൈസ് ടു 1/2 എന്ന് എഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. അപ്പൊ ഇന്റഗ്രൽ ഓഫ്, ഏതാണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ നമ്പർ 12. x raised to 3 plus 3x plus 4 divided by root x ആണ് നമുക്ക് തന്നിട്ടുള്ള ഇന്റഗ്രൽ dx. ഈ റൂട്ട് x എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to -1/2. x raised to 1/2 ആണ് നമ്മുടെ റൂട്ട് x. അപ്പൊ അതിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ശരിയല്ലേ? ഇന്റഗ്രൽ ഓഫ് x raised to 3 - 1/2 ആകും, പ്ലസ് 3 into x raised to 1 - 1/2 ആകും, പ്ലസ് 4 into x raised to -1/2 ആകും. I hope you are understanding what I am doing. Yes. ഈ റൂട്ട് എക്സിനെ നമ്മൾ x raised to 1/2 എന്ന് എഴുതിയിട്ട് അത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും പവർ അങ്ങ് സബ്ട്രാക്ട് ആവും അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ 1 ആയിരുന്നു, അപ്പൊ 1 ന്ന് 1/2 സബ്ട്രാക്ട് ആവും. 4 ന്റെ ഒന്നും ഇല്ലല്ലോ, അപ്പൊ x raised to -1/2 എന്നായി, അതോടെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ, ഇൻറ്റു dx. ഓക്കെ, ഈ 3 - 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ന്ന് അര പോയാൽ 2.5, 2.5 എന്ന് പറഞ്ഞാൽ 3/2 ആണ് അല്ലെ? 3/2 അല്ലല്ലോ, 5/2 ആയിരിക്കും. അപ്പൊ x raised to 5/2 അതിന്റെ ഇന്റഗ്രൽ പ്ലസ് 3 into ഇത് 1 ന്ന് അര പോയാൽ അര എന്ന് പറഞ്ഞാൽ അര, പ്ലസ് 4 into x raised to -1/2. ഇനി ഇതിന്റെ സാർ x ഇട്ടില്ല. ഓക്കെ, ഇട്ടില്ല 3 raised to ആയിട്ടില്ല, ഞാൻ എഴുതുമ്പോ കിട്ടിയാനല്ലെങ്കിൽ 3 into x square, x ഇട്ടില്ല. ഓക്കെ, ഇനി എന്താണ് എനിക്ക് വേണ്ടത്? 3 into x raised to എത്ര ആയിരുന്നു? അര അല്ലെ? ഹാഫ്. ശരിയാ, 3 into x raised to half. ഓക്കെ, ഈക്വൽ ടു. അപ്പൊ ഇനി ഇതിന്റെ ഒക്കെ എങ്ങനെയാ ചെയ്യുന്നത്? x raised to 5/2 plus 1 divided by 5/2 plus 1 plus 3 into x. നമ്മുടെ x raised to n plus x raised to n ന്റെ ഫോർമുല x raised to n plus 1 divided by n plus 1. ഇപ്പൊ ഇവിടുത്തെ n എന്താണ്? n എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലെ? അപ്പൊ 1/2 plus 1 divided by 1/2 plus 1. ഓക്കെ, പ്ലസ് 4 into x raised to -1/2 plus 1 divided by -1/2 plus 1. ഓക്കെ, പവർ -1 ആവുമ്പോൾ മാത്രമേ ഉള്ള പ്രശ്നം, നെഗറ്റീവ് ആവുമ്പോഴൊന്നും അല്ല. പവർ -1 ആവുമ്പോൾ മാത്രമേ ഉള്ള ലോഗ് മോഡ് പോകുന്നത്, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും x raised to n plus 1 divided by n plus 1 അങ്ങനെ വരും, പ്ലസ് c. ഇനി ഇതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്തൂടെ നിങ്ങൾക്ക്? വാട്ട് ഈസ് 5/2 plus 1? അതെല്ലാം ഒന്ന് ചെയ്ത് നോക്കി, എന്താണ് കിട്ടുന്നത്?
ചെയ്തോളോ? ആ സാർ ചെയ്തോളാം. എന്താ കിട്ടുന്നേ? അത് എല്ലാം ഒന്ന് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടിക്കോളും. പിന്നെ ഇനി അടുത്ത എന്തുവാ? അടുത്തത് അതുപോലെ തന്നെ ന്യൂമറേറ്റർ ക്വസ്റ്റ്യൻ നമ്പർ 13th ക്വസ്റ്റ്യനകത്ത് എന്താ ഉള്ളത്? എടുത്ത് കോമൺ എടുത്ത് കട്ട് ചെയ്തോളാ. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് ഇതെന്താണ്? എക്സ് റേസ് ടു 3 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ന്യൂമറേറ്ററിനകത്ത് ഒന്ന് ഇപ്പൊ ഫസ്റ്റ് ടു ലാസ്റ്റ് ടു നമുക്ക് പെയർ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോഴത്തേക്കും എക്സ് സ്ക്വയർ കോമൺ എടുക്കാം, എക്സ് മൈനസ് 1 പ്ലസ് 1 കോമൺ എടുക്കാം, എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇന്റഗ്രൽ ഡി എക്സ്. അപ്പൊ എനിക്ക് ഇവിടെ മുകളിൽ കിട്ടുന്നത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു ഡി എക്സ്. ഇപ്പൊ ഇത്ര നേരം ഞാൻ ഇന്റഗ്രേഷൻ ഒന്നും ചെയ്തില്ല, സിംപ്ലിഫിക്കേഷൻ മാത്രമേ ചെയ്തുള്ളൂ. ഇത് പോയി ഇത് പോയി. ഇനി ഇന്റഗ്രൽ ഓഫ് എക്സ് ഇതിപ്പോ സിംപ്ലിഫൈ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയി മാറി. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് മാത്രം. അപ്പൊ അതെന്തുവാ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാൻ ഉണ്ടോ? വല്ലതും ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ. ഈ എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് പ്ലസ് സി. അത്രേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി നെക്സ്റ്റ് ഒന്നും ഇല്ലെന്നേ. അടുത്തത് എല്ലാം അതുപോലെ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 14 ക്വസ്റ്റ്യനകത്ത് എന്താണ്? ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് എക്സ് എങ്ങനെ? ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് ഡി എക്സ്. ഇത് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഇതിനകത്ത് ഒന്നുമില്ല. 1 മൈനസ് എക്സ് അതുപോലെ കിടപ്പുണ്ട്. ഇത് എക്സ് റേസ് ടു 1/2 ഡി എക്സ് അല്ലെ? അതേ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ എഴുതിയേ ഉള്ളൂ. ആ റൂട്ടിനെ 1/2 എന്ന് എഴുതി. ഇത് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു 1/2 ആകും മൈനസ് എക്സ് റേസ് ടു 1 പ്ലസ് 1/2 ആകും അല്ലെ? പവേഴ്സ് ഇവിടെ 1 അല്ലേ? 1ഉം ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 1 ഇൻറ്റു എക്സ് റേസ് ടു 1/2 എന്തോ ആയിരിക്കും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവേഴ്സ് ആഡ് ചെയ്യും, ഡിവൈഡ് ചെയ്യുമ്പോൾ പവേഴ്സ് സബ്ട്രാക്ട് ചെയ്യും. ഇതല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താൽ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഹോപ്പ് യു ആർ ക്ലിയർ. ഇനി ഡി എക്സ് കൂടെ ഇട്ടിട്ട് അതവിടെ ക്ലോസ് ചെയ്യുക. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വിട്ടാൽ മതി. ഇന്റഗ്രൽ ഓഫ് ഇതെന്താണ്? എക്സ് റേസ് ടു 1/2 മൈനസ് എക്സ് റേസ് ടു 1 പ്ലസ് 1/2 മൈനസ് എക്സ് റേസ് ടു 3/2 ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഇനി അതിന്റെ ഇന്റഗ്രൽ എടുക്കുക. എക്സ് റേസ് ടു എന്താണത്? എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1 മൈനസ് എക്സ്. സാറേ എക്സിനെ നമുക്ക് ബേസ് സെയിം അല്ലേ? അപ്പൊ നമുക്ക് മറ്റേ പ്ലസ് ചെയ്യാനായിട്ട് പറ്റുമോ? നടുക്ക് മൾട്ടിപ്ലിക്കേഷനോ മൈനസ് അല്ലേ? മൈനസ്. അപ്പൊ ആ റൂൾ അപ്ലൈ, അങ്ങനെ ഒരു റൂൾ ഇല്ല കേട്ടോ. 3/2 പ്ലസ് 1. അപ്പൊ അങ്ങനെ ഒരു റൂൾ ഇല്ല. ആ റൂൾ ഉപയോഗിക്കരുത് കേട്ടോ. പ്രശ്നമൊന്നുമില്ല. അറിയാതെ അങ്ങനെ ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്. അത് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കും. ബേസ് സെയിം ആണെങ്കിലും പക്ഷെ ഇങ്ങനത്തെ ഒരു മൈനസോ അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു റൂൾ ഇല്ല. ഓക്കെ, ഇറ്റ് ഈസ് എക്സ് റേസ് ടു m into x raised to n is equal to x raised to m plus n. ഡിവിഷൻ ആണെങ്കിൽ ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ ഇവിടെ മൈനസ് വരും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അഡീഷൻ, ഡിവിഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ. അല്ലാതെ പവേഴ്സ് ആണ് ആഡോ സബ്ട്രാക്റ്റോ ആകുന്നത്. അല്ലാതെ ഇവിടെ ബേസിന്റെ ലെവലിലൊന്നും അത് വരുന്നില്ല. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് പ്ലസ് സി ഇട്ട് എടുത്തോളാമല്ലോ. ഇവിടെ ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ ഉടനെ പ്ലസ് സി ഇടണം. ഇതൊക്കെ ഒന്ന് പവേഴ്സ് ഒക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. എക്സ് റേസ് ടു 3/2 ആണെന്ന് തോന്നുന്നു കേട്ടോ. 3/2/3/2 പിന്നെ മൈനസ് ഇത് എത്രയാണ്? ഇത് 5/2 ആണ്. ഇത് എത്രയാണ്? എക്സ് റേസ് ടു 5/2 ഡിവൈഡഡ് ബൈ 5/2 പ്ലസ് സി. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ സ്ഥലം പോരാ. അപ്പൊ ഇത് നമ്മൾ മാറ്റണം. ഇത് മാറ്റുമ്പോ ഇനി എന്തോ ചെയ്യണ്ടേ? ഇനി ഇതിനെ കുറച്ചും കൂടെ ചെയ്യാനുണ്ടല്ലേ? എന്താ ചെയ്യാനുള്ളത്? ശ്രദ്ധിച്ചു നോക്കി. ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പൊ അതിനെ 2/3 ഇൻറ്റു എക്സ് റേസ് ടു 3/2 എന്ന് എഴുതണം. മൈനസ് 2/5 ഇൻറ്റു 2/5 ഇൻറ്റു അത്രേ ഉള്ളൂ. Is that okay?
let me go Yes, for sir. next question. Next question എന്താണെന്ന് നോക്കാം. Next question നകത്ത് ഡേറ്റ തന്നെ കയറി. എന്താണ് ഇവിടെ ചെയ്യാനുള്ള എന്താണ് ശ്രദ്ധിച്ചു നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? റൂട്ട് എക്സ് ആ തന്നിരിക്കുന്നത്. 15th ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്തു കേട്ടോ. 16th ചെയ്യിപ്പിക്കാം. 16th question എന്താണ്? ഇന്റഗ്രൽ ഓഫ് 2x into integral of 2x into x minus 3 into cos x plus e raised to x into dx. ഇതെങ്ങനെ ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആണ്. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പോവാണ്. 2 into integral of x dx minus 3 into integral of cos of x dx plus integral of e raised to x dx. Okay, അപ്പോൾ കിട്ടുന്ന എന്താണ്? 2 into integral of x, 2 into x raised to 2/2. ഈ 2 ഇവിടെ കട്ട് ആവും. മൈനസ് 3 into integral of cos x എന്താണ്? sin x ആണ് അല്ലേ? integral of cos x sin x ആണ്. ആണോ? കാരണം ഡെറിവേറ്റീവ് ഓഫ് sin x cos x ആണ്. മൈനസ് തിരിഞ്ഞു പോകരുത് കേട്ടോ. പ്ലസ് e raised to x plus c. ആൻസർ ആയി. ഇതൊന്ന് സിംപ്ലിഫൈ 2 ഇല്ലാതെ ഒന്നുകൂടെ ഒന്ന് എഴുതി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയി. കംപ്ലീറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് ഡിലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. 17 നിങ്ങൾ തന്നെ ചെയ്തോളൂ. ഇനി 18 ഞാൻ പറഞ്ഞുതരാം. വേണം 18 ഞാൻ പറഞ്ഞുതരാം. 18 ഇന്റഗ്രൽ ഓഫ് sec x into sec x plus tan x. ഇതിനകത്ത് വല്ലതും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. ഈ sec x രണ്ടിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് പരിചയമുള്ള ഫംഗ്ഷൻസിലേക്ക് മാറും. അത് it becomes sec square x plus sec x into tan x. Okay, ശരിയല്ലേ? അപ്പൊ it becomes integral of sec square x dx plus integral of sec x plus integral of sec x tan x dx. Sorry. X tan x into tan of x dx. Now both functions we have formulas for. അല്ലേ? അപ്പൊ integral of sec square എന്താണ്? tan x. Integral of tan x of sec square x is equal to tan x plus c. അപ്പോൾ നമുക്ക് നമ്മൾ എഴുതുന്നത് tan x plus sec square ന്റെ tan x ആണ്. tan x plus sec x. tan x plus c. അതുപോലെ sec x tan x plus sec x. ഇത് sec x ആണ്. ഓക്കേ, sec x plus c. ഇതിനെ കൂടെ ഓരോ c കൂടെ എല്ലാം കൂടെ കൂട്ടി ഒരു വലിയ c. ഓക്കേ, അപ്പോൾ 18th question കഴിഞ്ഞു. ഇനി 19th question. I hope you are clear with what I am writing on board. Question number 19. 19th question എന്താണ്? 19th question ആണ് integral of sec square x divided by sec square x. ഇത് വലിയ ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നുന്നല്ലോ. ഒന്നുമില്ല, ഈ കോസിക്കിനെ മണ്ടയിലോട്ട് കൊണ്ടുപോവുക, സൈൻ ആക്കുക, സീക്കിനെ താഴോട്ട് കൊണ്ടുപോവുക, കോസ് ആക്കുക. അപ്പൊ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ it becomes integral of tan square x dx. Is that clear? Integral of tan square x dx ആണോ? yes. ഈ tan square x ന്റെ എനിക്കൊന്നും അറിയത്തില്ലല്ലോ. എന്തോ ഈ പ്രശ്നമായിപ്പോ. എനിക്ക് ഫോർമുലാസ് ഒന്നും അറിയത്തില്ല. tan square x ന്റെ ഫോർമുല എല്ലാം ഒന്ന് എടുത്തു നോക്കി. അതിനകത്ത് നമുക്ക് ആ പേജ് നമ്പർ 128 അല്ല 290 അതിനകത്ത് ഇതിന്റെ വല്ല ഫോർമുലാസ് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഒന്ന് നോക്കിയാൽ നമുക്ക് പരിചയമുള്ളതും ടാനുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. ടാൻ സ്ക്വയറുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന വേറെ ഏത് ഫോർമുല ഉണ്ടോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. sec square എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കേ, നമുക്കറിയാം sec square x dx. sec square x minus 1 എന്ന് പറയുന്നത് നമ്മുടെ tan square x ആണ് അല്ലേ? Because we know that 1 plus tan square x is equal to sec square x. അപ്പോൾ നമുക്ക് sec square x minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan square x ആക്കാം.
അപ്പോൾ ടാൻ സ്ക്വയർ എക്സിനെ കൺവേർട്ട് ചെയ്ത് sec സ്ക്വയർ എക്സിലേക്ക് മാറ്റേണ്ടി വരും. ഓക്കെ, ഇറ്റ് ബിക്കംസ് sec square x minus 1 integral dx. Now the problem is very simple. Directed ചെയ്യാനുള്ളതേ ഉള്ളൂ. sec square x ന്റെ ഇന്റഗ്രൽ എന്താണ്? dx minus integral of 1 dx. sec square x ന്റെ ഇന്റഗ്രൽ എന്താണ്? sec square x tan square x. കഷ്ടമുണ്ട് കേട്ടോ. tan square x tan x tan x minus integral of 1 dx is x. x plus c. I hope you are clear. Yes. Okay, 19th കഴിഞ്ഞു. ഇനി 20th question. Okay, maybe the last question for today. Remember 20th question repeat. Okay, integral of 2 minus 3 into sin x divided by cos square x into dx. ഇത് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ equal to 2 into integral of sec square x dx minus 3i integral of എന്താ sin x by cos square x ആണ്. അപ്പൊ sin x by cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു tan x കിട്ടി. പിന്നെ ഒരു cos x താഴെ വീണ്ടും കിടപ്പുണ്ട്. അതിനെ നമുക്ക് sec x എന്ന് എഴുതാം. ഓക്കെ, sec x. Okay. sin by cos square. Okay, that can be written as sin x by cos x into 1 by cos x. ഇത് നമ്മുടെ sec x, ഇത് നമ്മുടെ tan x. അപ്പൊ sec x into tan x അതാണ് into dx. ഓക്കെ, ഇനി നമുക്ക് 2 into integral of sec square x എന്ന് പറയുമ്പോൾ tan x plus c minus 3 into sec x plus c. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ hope all of you are understanding. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിത് ഇന്നത്തെ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യാം. താഴത്തെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എക്സാമ്പിൾസും എക്സസൈസും എല്ലാം ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ബേസിക് എക്സസൈസ് ആണ്. ഇത് ക്ലിയർ ആകാതെ നിങ്ങൾക്ക് വേറെ കുറച്ച് ഡെപ്തിലുള്ളത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ക്ലാരിറ്റി കിട്ടത്തില്ല, സ്പീഡ് കിട്ടത്തില്ല. സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബേസിക് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആദ്യം പെർഫെക്ഷൻ നേടണം അതിനകത്ത്. ഓക്കെ, നല്ല പെർഫെക്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ഹയർ ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്പീഡ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ട ബേസിക് ക്വസ്റ്റ്യൻസിനകത്ത് നല്ല സ്പീഡും നല്ല ക്ലാരിറ്റിയും ഉണ്ടെങ്കിൽ നമുക്ക് വന്നിടത്ത് നല്ല സ്പീഡ് ഓട്ടോമാറ്റിക്കലി കിട്ടും. കാരണം നമുക്ക് ആലോചിക്കാൻ നേരമില്ല. നമുക്ക് കാരണം വലിയ വലിയ ക്വസ്റ്റ്യൻസിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഇത്രയും കാണത്തുള്ളൂ.